ക്രിക്കറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിനത്തെ കുറിച്ചാണ്. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള മൂന്നാം ഏകദിനം. സിഡ്നിയിലെ കണക്കനുസരിച്ച് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനായിരുന്നു കൂടുതൽ മുൻതൂക്കം. അവസാനം കളിച്ച 5 കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമിനായിരുന്നു വിജയം. ഒരു മത്സരം കണ്ട് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തത് ജയിച്ചുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരു മോശം പ്രതികൂല ഘടകം തന്നെയായിരുന്നു. സിഡ്നിയിൽ അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒരു മത്സരം കണ്ട് ജയിക്കാൻ സാധിച്ചുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും ഇന്ത്യ ഇന്നലെ ജയിച്ചു. കാരണം ഇന്ത്യക്ക് ഇന്നലെ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു. മത്സരത്തിൽ ഒരാഴ്ച വീണ്ടും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ടോസ് ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്ക് കാരണം ഒരു 10 ഓവറിൽ ഒരു 61 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടം, ഒരു 60 റൺസ് എടുത്തു. ട്രാവിസിൻ്റെ ആയിരുന്നു ആദ്യം പുറത്തായത്. പിന്നെ അത് വന്ന് മാറ്റ് റൺഷോയും അലക്സ് ക്യാരി, പിന്നെ കൂപ്പർ കൊനോലി എന്നിവരൊക്കെ ഒരു അത്യാവശ്യം ഇന്നിങ്സ് കളിച്ചത്. ഏകദേശം 38 ഓവറിൽ ഒരു 158 റൺസ് എന്നാലും അത്യാവശ്യം നല്ല നിലയായിരുന്നു. ഒരു 300 റൺസ് ഒക്കെ കൂളായി എടുക്കാവുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് പിന്നെ ഓസ്ട്രേലിയൻ ബാറ്റിങ്ങിൻ്റെ ഒരു കൊളാപ്സ് ആണ് ഉണ്ടായത്. തുടരെ വിക്കറ്റുകൾ പോയി. 236 എന്ന നിലയിൽ ഓട്ടാണ് ഉണ്ടായത്. ഇതിനിടെ ശ്രേയസ് അയ്യറിന് ചെറിയൊരു ഇഞ്ചുറി, അലക്സ് ക്യാരിയുടെ ക്യാച്ച് എടുക്കുന്ന കാര്യം അത് നല്ലൊരു ക്യാച്ച് ആയിരുന്നു. പക്ഷേ ചെറിയൊരു ഇഞ്ചുറി പറ്റി ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരാൻ ഗില്ലും രോഹിതും തന്നെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പണിങ് ചെയ്തത്. അത്യാവശ്യം നന്നായി പതുക്കെ തുടങ്ങിയ രോഹിത് പിന്നെ കത്തിക്കയറുകയാണ്. 10 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാകാതെ ഏകദേശം 65-68 റൺസ് എടുക്കാൻ സാധിച്ചു. പവർ പ്ലേയുടെ കഴിഞ്ഞ ശേഷം ഗില്ലിൻ്റെ വിക്കറ്റാണ് ആദ്യം പോയത്. പിന്നീട് വന്ന കോഹ്ലിയും രോഹിതും നല്ലൊരു ഇന്നിങ്സ് കളിച്ച് നല്ലൊരു പാർട്ട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് കൂളായി ഇന്ത്യ ജയത്തിൽ ഏകദേശം 38-39 ഓവറിലാണ്ടാണ് ഇന്ത്യ മത്സരം വിജയിക്കുന്നത്. രോഹിത് സെഞ്ചുറിയും കോഹ്ലി 50 അടിച്ചു. കോഹ്ലി എല്ലാവരും നോക്കുന്നത് കോഹ്ലിയുടെ ഫോമിലാണ്. അപ്പോൾ കോഹ്ലി നന്നായി കളിച്ച് രോഹിത് പിന്നെ കഴിഞ്ഞ കളി ഫോം ആയതുകൊണ്ട് ഇക്കൊരു ഒരു കംബാക്ക് സ്ട്രോങ് ആക്കി. രോഹിത്തും കോഹ്ലി ഇനി എന്തായാലും വീണ്ടും